കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ ടീം ഇത്രയ്ക്ക് കുശുമ്പുള്ള ടീമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ മത്സരം കാണാൻ ഗാലറിയിലെത്തിയ ആരാധകരെ കണ്ടിവന്മാർക്ക് കുരു പൊട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ പേജിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിരവധി തവണ വാരി ഇടുമായിരുന്നു. ഇന്ത്യൻ ടീം ട്രെയിനിങ്ങിന് തുടങ്ങുന്നു, സാങ്ച്വറിയിലേക്ക് വന്ന് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിനൊക്കെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് കാണിക്കണം. കാരണം GCDയിൽ നിന്നും താരങ്ങളെ പരിശീലനത്തിന് സമ്മതിക്കാതെ ഇറക്കി വിട്ടപ്പോൾ അവർക്ക് അഭയമായി മാറിയതും ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ടുള്ള സാങ്ച്വറി തുറന്നു കൊടുത്തു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതുവരെ മാച്ചിന് മുമ്പുള്ള സാധനങ്ങൾ വരെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടീം ഗാലറിയിൽ ആരാധകരുടെ ബാഹുല്യം കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് സാധനങ്ങളൊന്നും ഇട്ടില്ല. പിന്നീട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു രീതിയിലേക്കാണ് പോകുന്നത്. അതിനെക്കുറിച്ചുള്ള പോസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടില്ല. യഥാർത്ഥത്തിൽ മഞ്ഞപ്പട നീലപ്പടയാകുന്ന ഒരു കാഴ്ച. ഞാൻ മഞ്ഞപ്പട എന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഫാൻ ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചല്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മഞ്ഞ ജേഴ്സി ഇട്ടുകൊണ്ട് വന്ന് ഗാലറി നിറയ്ക്കുന്ന ഒരു ഓർമ്മ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ മാനേജ്മെൻറ്റ് പിടിപ്പുകേട് കൊണ്ട് ആരാധകർ അധികം ഗാലറിയിലേക്ക് വന്നില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ കാണാൻ ഗാലറിയിൽ ആരാധകർ എത്തുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഇന്ത്യൻ ടീമിൻ്റെ മത്സരം കാണാൻ ആരാധകർ എത്തി. 22,000-ലേറെ കാണികൾ കണക്ക് പ്രകാരം മത്സരം കാണാൻ വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം. അത് വേറെ കാര്യം. ഏതായാലും ഗാലറി നീലക്കടലായി മാറിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ ടീമിന് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു വിമർശനം. ഞാൻ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ ഉയരുന്ന ഒരു വിമർശനമാണ്. അപ്പം കുശുമ്പ് തന്നെ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ യൂഷ്വലി ചെയ്യേണ്ടതാണ്. കൊച്ചിയുടെ മണ്ണിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായിട്ട് വിജയിച്ചപ്പം ആരാധകരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇത്രയും വലുതായിട്ടുണ്ടായിട്ട് പോലും അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു നരേഷൻ പോലും ഇടാതിരുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു നൊട്ടേഷൻ പോലും ഇടാതിരുന്നത് കുരുപൊട്ടിക്കേറിയ അസൂയയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.